വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രഹസ്യ സ്ഥലങ്ങളിൽ വസിക്കുന്ന പ്രാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം 14-ാം വാക്യം. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പലരും ബാഹ്യമായി സ്വയം പ്രദർശിപ്പിക്കുകയും അഭിമാനത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നു, എന്നെ നോക്കൂ, എന്റെ സൗന്ദര്യം, എന്റെ പദവി, എന്റെ വിദ്യാഭ്യാസം, എന്റെ സ്ഥാനപ്പേരുകൾ, എന്റെ സ്ഥാനം, എന്റെ പ്രശസ്തി എന്നിവ നോക്കൂ. അവർ മനുഷ്യരുടെ മുൻപിൽ വലിയവരായി പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത്തരം ആളുകൾക്ക് സ്വർഗത്തിൽ ഒരു പങ്കുമില്ല. ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തുവിൽ ഒളിച്ചിരിക്കുന്നതിന്റെ അനുഗ്രഹീതമായ ജീവിതം കർത്താവായ യേശു പഠിപ്പിച്ചു. കൊടുക്കുന്നതിലോ പ്രാർത്ഥിക്കുന്നതിലോ ഉപവസിക്കുന്നതിലോ ആകട്ടെ ഒരു വ്യക്തി മറഞ്ഞിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. ബൈബിൾ പറയുന്നു, എന്നാൽ നീ ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ നിന്റെ വലത് കൈ എന്താണ് ചെയ്യുന്നതെന്ന് ഇടത് കൈ അറിയരുത്. ഇത് മത്തായി സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം തരും. ഇത് മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിലും. എന്നാൽ നീ ഉപവസിക്കുമ്പോൾ നിന്റെ തലയിൽ തൈലം പൂശി മുഖം കഴുകുക. അങ്ങനെ നീ ഉപവസിക്കുന്നത് മനുഷ്യർ കാണരുത്, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനാണ്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം തരും. ഇത് മത്തായി സുവിശേഷം 6-ാം അധ്യായം 17-18 വാക്യങ്ങളിലും കാണപ്പെടുന്നു. കർത്താവ് നിന്നെ ഉപയോഗിക്കണമെങ്കിൽ പാറയുടെ പിളർപ്പുകളിലും പാറക്കെട്ടുകളുടെ രഹസ്യങ്ങളിലും ഒളിച്ചിരിക്കുന്ന പ്രാവിനെ പോലെയാകണം. ഇത് ഉത്തമഗീതം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. നിന്നെ തന്നെ മറച്ചുവെച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, അവൻ വളരണം, പക്ഷേ ഞാൻ കുറയണം. നിന്നെ തന്നെ മറച്ചുവെച്ച് ക്രിസ്തുവിനെ ഉയർത്തുക, അവനെ മാത്രം മഹത്വപ്പെടുത്തുക. കർത്താവ് ഏലിയാവിനെ പരിശീലിപ്പിച്ചപ്പോൾ ആ പരിശീലനത്തിന്റെ ഭൂരിഭാഗവും ഒരു മറഞ്ഞിരിക്കുന്ന ജീവിതം നയിക്കാൻ പഠിക്കുന്നതിലായിരുന്നു. ഏലിയാവ് ആഹാബ് രാജാവിന്റെ മുൻപാകെ ധൈര്യപൂർവ്വം പ്രത്യക്ഷപ്പെട്ട ഉടനെ കർത്താവ് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് മാറി കിഴക്കോട്ട് പോയി യോർദാനിലേക്ക് ഒഴുകുന്ന കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ഇത് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രശസ്തിയും അംഗീകാരവും തേടുന്നവർക്ക് രഹസ്യമായി മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം കർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവമക്കൾ എന്ന നിലയിൽ എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, എങ്ങനെ താഴ്മയുള്ളവരായിരിക്കണമെന്ന് നാം അറിയുകയും വേണം. കുറവുകൾ സ്വീകരിക്കാനും മറഞ്ഞിരിക്കാനും കർത്താവ് നമ്മെ ഏതവസ്ഥയിലാക്കിയാലും അതിൽ സംതൃപ്തരായിരിക്കാനും നാം പഠിക്കണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 27-ാം അധ്യായം 5-ാം വാക്യം. കഷ്ടകാലത്ത് അവൻ എന്നെ തന്റെ കൂടാരങ്ങളിൽ മറയ്ക്കും, തന്റെ കൂടാരത്തിന്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. അവൻ എന്നെ ഒരു പാറമേൽ ഉയർത്തും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോബ് 11, 12, 13 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.